അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ. ഇത്രയും നമ്മൾ ക്ലീനാക്കി. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഹാളിലേക്ക് എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങൾ ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് കിച്ചനായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കാർഡ്ബോർഡും പേപ്പർ വേസ്റ്റൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചൊരു കട്ടിംഗ് ബോർഡാണ്. പക്ഷേ എനിക്കിതുകൊണ്ട് വെട്ടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വേറെ നിവൃത്തിയില്ലാത്ത തന്നെ എടുത്ത് വെട്ടി. പിന്നെ അത് നനഞ്ഞപ്പോൾ ഇത് പ്ലൈവുഡ് അങ്ങാണ്ടാണ്, അപ്പോൾ അതിങ്ങനെ കുതിർന്നു പോകുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അതും കത്തിക്കാമെന്ന്. അപ്പോൾ ഫുള്ള് കത്തിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് പോണത് നമ്മളാണ്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ആയിരുന്നു അതൊക്കെ. പിന്നെ നമ്മളിതാ റൂം ഫുള്ള് പൊടി തട്ടി രാരും അപ്പോൾ അടിച്ച് തുടച്ചു കേട്ടോ ഫുള്ള്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലം ക്ലീൻ ആക്കിയിട്ട് പോയി. കുറച്ച് പേര് ഹാള്, ബാൽക്കണി, പിന്നെ സ്റ്റെയറൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കിച്ചണായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ രാരും ഇതേ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. കുറേ നാളായി വൃത്തിയാക്കിയിട്ട്. വെക്കേറ്റ് ചെയ്യല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ അധികം വൃത്തിയാക്കാറില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഫുള്ള് സ്റ്റവും സ്ലാബും ഫുള്ള് തുടച്ചിട്ടു കേട്ടോ. നമ്മൾ വേഗം നിലം കൂടെ തുടച്ചിട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഇന്ന് ഇവിടെ വെക്കാമെന്ന് വെച്ചു. എന്തായാലും ഗ്യാസും സ്റ്റവും ഒക്കെ ഇരിക്കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി അതിന് പേ ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു. പിന്നെ വഴുതനങ്ങ മേടിച്ചതിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഞ്ഞിയും വെച്ചു കേട്ടോ. പിന്നെ അഞ്ചിത്ത് വന്നു കേട്ടോ. പെട്ടിയൊക്കെ മേലെ നിറക്കണ്ടേ, ബുക്സൊക്കെ ഉള്ളവരെ നമുക്ക് എല്ലാതും കൂടെ പറ്റില്ല. അപ്പോൾ അവനും ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റവ് അവൻ്റെ സ്റ്റവാണ് എനിക്ക് തന്നത്. അവൻ്റെ ഓൾറെഡി ഒരു സിംഗിൾ ബർണറിൻ്റെ സ്റ്റവ് ഉണ്ടെന്നാണ്. അപ്പോൾ പിന്നെ ഓൾറെഡി എനിക്ക് ഗ്യാസ് മേടിക്കണം, ഷിഫ്റ്റിങ് എല്ലാം കൂടെ നല്ല ചിലവാണ്. അപ്പോൾ അവനത് ഗ്യാസ് എനിക്ക് സ്പോൺസർ ചെയ്തു. ഗ്യാസ് അല്ല, സ്റ്റവ് അവൻ്റെ പഴയത് എനിക്ക് സ്പോൺസർ ചെയ്തു കേട്ടോ. അങ്ങനെ അവൻ നമ്മുടെ സാധനങ്ങൾ കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി കേട്ടോ. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് പോയി. ഞാൻ എന്താ ലിപ്സ്റ്റിക്ക് പോലും ഇട്ടില്ല കേട്ടോ. തിരക്കിൽ ഇറങ്ങി ഓടിയതാണ്. കടയിൽ വന്നപ്പോൾ അതാ ബട്ടർ ബണ്ണ് ഇരിക്കുന്നു. ബട്ടർ ബണ്ണൊന്നും ആയിരുന്നില്ല കേട്ടോ, ക്രീം ബണ്ണായിരുന്നു. ക്രീമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഹാർഡായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റെഡ് ലഡുവും കൂടെ മേടിച്ചു കേട്ടോ. പക്ഷെ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായില്ല, കേടായതുപോലെ ആയിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞിയും ചിക്കൻ ഫ്രൈയും പിന്നെ മുട്ട ഉണ്ടായിരുന്നു, വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് മടക്കി വയ്ക്കാൻ നിന്നു കേട്ടോ. കാരണം സമയമില്ല, നമുക്കിന്ന് വൈകിട്ടാകുമ്പോഴേക്കും വേഗം മടക്കി ഫുള്ള് കൊണ്ട് വെക്കണം. അങ്ങനെ റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, 2 റിംഗ് ലൈറ്റ് ഉണ്ട് എൻ്റെ. പിന്നെ ട്രൈപ്പോഡുകളുണ്ടായിരുന്നു 2 തുണികളുണ്ടായിരുന്നു. പിന്നെ നമുക്കത് മാത്രമല്ല ഗ്യാസും കൊണ്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരെയാണ്. അപ്പോൾ അവർ റൂം നേരത്തെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം നിന്നത് കാരണം നമുക്ക് സ്റ്റവും ഗ്യാസ് അവരിവിടെ വെച്ച് പോയത്. അപ്പോൾ അത് അവരുടെ അവിടെ കൊണ്ടു കൊടുക്കണമായിരുന്നു, കവടിയാറ് വരെ. അങ്ങനെ അതൊക്കെ കൊണ്ടുകൊടുത്ത് വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. ഞാൻ ആസ് യൂഷ്വൽ പഴംപൊരിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴംപൊരി നാരങ്ങാവെള്ളം. പിന്നെ ഇവരെന്തോ ബ്രെഡ് പോക്കറ്റ് എന്നിട്ടൊരു സംഭവമാണ് കഴിച്ചത്. അതും കൊള്ളായിരുന്നു കേട്ടോ, മയനൈസൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ മയനൈസ് ഇങ്ങനെ കുറേ നേരം വെച്ചിരിക്കുന്ന കാരണം എനിക്ക് കഴിക്കാൻ ധൈര്യമില്ല. നല്ല ഫുഡ് പോയ്സൺ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയോ. പിന്നെ അതൊക്കെ കൊടുത്ത് വന്നിട്ട് പാക്കിങ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ താഴേക്ക് ഇറക്കാം, വണ്ടി വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. എനിക്കിവിടെ വലിയ ഇഷ്ടമില്ലായിരുന്നു, കാരണം ഇവിടെ വെളിച്ചം കുറവായിരുന്നു. അപ്പുറത്തൊക്കെ വലിയ ബിൽഡിംഗ് ഉള്ളത് കാരണം ഇപ്പോഴും എനിക്ക് ഇവിടുത്തെ സ്വിച്ച് അറിഞ്ഞുകൂടാ കേട്ടോ. അത് കാരണം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് നാച്ചുറൽ ലൈറ്റ് വേണം കേട്ടോ റൂമിൽ, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്, തലവേദന വരും. അപ്പോൾ ഹോം ടൂർ തന്നില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ഡോറ്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഒരു വഴി ഇതാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയാണ് കണ്ടോ, ഈ സ്റ്റെയർ കയറി വരാം, മേലേക്ക് കയറാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അതൊരു റൂമാണ്. പിന്നെ ഇതാണ് ബാൽക്കണി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബാൽക്കണിയുടെ സെറ്റപ്പ്. ഇതിലേ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെറസ് പോലെയുണ്ട്. പിന്നെ ഇത് ഹാള്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഒരു റൂമാണ് കേട്ടോ. പിന്നെ ഇതാണ് കിച്ചൺ, അതിൻ്റെ തൊട്ടടുത്ത് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റവ് വെച്ചിരുന്നത്. പിന്നെ ഇതിലേയും ഒരു എക്സിറ്റ് ഉണ്ട്. ആ സ്റ്റെയർ വഴി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കയറാം. പിന്നെ ഇത് വർക്ക് ഏരിയ ആണ്. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചത് മേലേക്ക് പോകാനുള്ള സ്പേസാണ്. പിന്നെ ഗെയിൻ ഹാൾ. പിന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ. പിന്നെ ഇത് 2 പേർക്കുള്ള നമ്മുടെ റൂമും പിന്നെ വേറെ റൂമിലത്തെ ചേച്ചിക്കും കൂടിയുള്ള കോമൺ ബാത്റൂമാണ്. ഇതായിരുന്നു നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ റൂം അത്യാവശ്യം വലിയ റൂമായിരുന്നു. പക്ഷേ ലൈറ്റിൻ്റെ ഇഷ്യൂ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കിവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തലവേദന എടുക്കുമായിരുന്നു. രാവിലെയൊക്കെ ലൈറ്റ് ഇടുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ നല്ല സുഖമാണ്, കാരണം നല്ല തണവുണ്ടാവും. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ ട്യൂബ് ലൈറ്റിന് ഭയങ്കര വെളിച്ചമായിരുന്നു.
പക്ഷെ രാവിലെ ഒട്ടും ഇരിക്കാൻ പറ്റുക, ഭയങ്കര മങ്ങിച്ച, ഭയങ്കര ഒരു മുഷിപ്പ് തോന്നിപ്പിക്കണ ഒരു ക്ലൈമറ്റായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതാ റൂം ഫുള്ള് ക്ലീനാക്കി. ഇത് ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ്, പോയി വന്നിട്ട്. അപ്പോൾ നമുക്ക് വാതിലൊക്കെ പൂട്ടി ഇറങ്ങാം. നമ്മളാകെ 8 മാസം 9 മാസമോ 10 മാസം അങ്ങാണ്ടായിട്ടുള്ളൂ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. 1 വർഷം ആവുന്നേ ഉള്ളൂ. ഇനിയൊരു ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് ട്രിവാൻഡ്രം വിടാനായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ 3 ആളും 3 ഊബർ വിളിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആദ്യത്തെ ഊബറിൽ ഞാൻ പോന്നു. ആൾ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ 100 രൂപയുടെ സ്ഥാനത്ത് ആൾ 200 രൂപ മേടിച്ചു. പിന്നെ ആപ്പ വണ്ടിക്ക് ഞാൻ ചോദിച്ചപ്പോൾ 1500 ആയിരുന്നു. കാരണം ഞാൻ പിന്നെ കൊടുത്ത് 200 രൂപ. പക്ഷെ ഇവർ രണ്ടാളും ഒരു ഊബറിലാട്ടാണ് വന്നത്. ഒരു ഊബറിൽ അത്രയും സാധനങ്ങൾ ഇവർ രണ്ടാളെയും കൂടെ കയറ്റി കൊണ്ടുവന്നു. ആ നല്ലവനായ ചേട്ടൻ. രണ്ടാമത് വന്ന ചേട്ടൻ നല്ലതായിരുന്നു കേട്ടോ. എല്ലാം കയറ്റി കൊണ്ടുവന്നു. എൻ്റെ കുറേ സ്പേസ് ഉണ്ടായിരുന്നു, എന്നിട്ട് അയാൾ കയറ്റിയില്ല, സമ്മതിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഫുള്ള് കയറ്റാണ്ട് എക്സ്ട്രാ പൈസ ചോദിച്ചത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തു. നമ്മളങ്ങനെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് പോന്നു കേട്ടോ തിരിച്ച്. ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്, പാവങ്ങൾ ഇത്രയും പണിയൊക്കെ എടുത്തതല്ലേ, ഒരു ഷേക്ക് മേടിച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതേ ഒരുത്തം ഫാനിൻ്റെ കാറ്റ് കൂട്ടിയതാട്ടാ, അതിൻ്റെ വള്ളിയും കൂടി ഉരുപ്പോന്ന്. തൊടുന്നതൊക്കെ അബദ്ധമാണ്. നേരത്തെ ഒരു കിൻഡർ ജോയ് മേടിച്ചിട്ട് അതിലെന്തുട്ടാ സാധനം എന്ന് പോലും നമുക്ക് മനസ്സിലായില്ല കേട്ടാ. അവൻ വലിയ കാര്യത്തിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുത്തതാണ്. അതിലാണെങ്കിൽ എന്തോ ഒരു സാധനം ഒന്നും മനസ്സിലായില്ല. അതാണ് കിട്ടിയത്. പാവം മൂഞ്ചിപ്പോയി. പിന്നെ നമ്മുടെ ഷേക്ക് വന്നു. കടക്കാരൻ ചേട്ടൻ രാരുവിൻ്റെ ഷേക്കിൽ മാത്രം ഐസ്ക്രീം ഇട്ട് കൊടുത്തു. നമുക്ക് ആർക്കും ഐസ്ക്രീം കിട്ടിയില്ല. പിന്നെ അഞ്ചിത്ത് അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് കോഴിയട മേടിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ കോഴിയടയും മേടിച്ചു കേട്ടോ. 100 ഗ്രാമിന് 40 രൂപ എങ്ങാണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോരാണ്. കുമാരപുരം വരെ അഞ്ചിത്തുണ്ടായിരുന്നു. ബാക്കി നമ്മൾ പോയി. അങ്ങനെ അവനവൻ്റെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.